സിമി ആമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മെയ് 1 വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് നേരം ഫോൺ നോക്കുന്നത് കൊണ്ടാണോ എന്താണ് എന്ന് എനിക്കറിയില്ല. രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ണിനൊക്കെ ആകെ ഭാരം കൂടിയിട്ട് വീണ്ടും ഉറങ്ങണമെന്നൊരു തോന്നല്. എൻ്റെ കണ്ണിന് ഇങ്ങനെ വല്ലാത്ത ഭാരം തോന്നുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുന്നത് എൻ്റെ ബ്രെയിൻ ടയേർഡാണ് എന്നാണ്. ഇതാണോ ബ്രെയിൻ ഫോഗ് എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ, ഇതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനി എന്ത് ചെയ്താൽ ശരിയാകും എന്നുള്ള കാര്യം. ഇങ്ങനെ കണ്ണിന് ഭാരമായിട്ട് തോന്നുമ്പോൾ അന്നത്തെ ദിവസം പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്നാൽ ഉറങ്ങോ എന്ന് ചോദിച്ചാൽ ഉറങ്ങാനും പറ്റില്ല. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാൻ വയ്യ. നല്ല ഫ്രഷായി ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ പണികളൊക്കെ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് രാവിലെ ഒന്ന് നടക്കാമെന്ന് കരുതിയത്. എനിക്കങ്ങനെ ചെയ്യാനായിട്ട് ഭാരിച്ച പണികളുണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എന്നാലും വീക്കെൻഡിലേക്ക് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന കുറച്ചധികം പണികൾ ഉണ്ടാവില്ലേ, ക്ലീനിങ്, വാഷിംഗ്, അങ്ങനെ കുറച്ച് പണികൾ, അതൊക്കെ കൂടി ചെയ്ത് തീർക്കണം. അപ്പോൾ ഈ പണികളെല്ലാം ഫ്രൈഡേയും സാറ്റർഡേയും ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ സൺഡേ ഉള്ള ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാം. പക്ഷെ എന്ത് പറയാനായിട്ട്, എല്ലാ വീക്കെൻഡിലും ഇത് തന്നെയാണ് അവസ്ഥ. സൺഡേ ആകുമ്പോൾ കുക്കിംഗ് ഉണ്ടാവും, അതേപോലെ സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒരു ഓട്ടപ്പാച്ചിലല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒഴിവാക്കുന്നത് കുക്കിംഗ് ആണ് കേട്ടോ. അതിൽ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ് പതിവ്. എന്നാലും ഞാൻ ഫുഡ് വാങ്ങാതിരിക്കാനും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനും തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് ഇന്നത്തെ ദിവസം തീരുമ്പോൾ ഇന്നത്തെ ദിവസവും ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്നോർത്ത് സങ്കടപ്പെടാതിരിക്കാനാണ് എന്തായാലും നടക്കാൻ ഇറങ്ങണം എന്ന് കരുതി ഞാൻ ഇറങ്ങിയത്. രാവിലെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അതിനുവേണ്ടി എനിക്ക് എന്നെ വളരെയധികം പുഷ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സും എടുത്തിട്ട് ഇറങ്ങിയതാണ്. സത്യത്തിൽ എന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ ആയി തുടങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഇത്രയും രൂക്ഷമായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. മുന്നേ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മുന്നേ എൻ്റെ വീക്കെൻഡ്സിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നടക്കാൻ പോയി, പിന്നെ തിരിച്ചു വന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ച് എന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു ഞാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ നല്ല വെയിൽ തോന്നി. ആ വെയിലിന് നല്ല ചൂടും ഫീൽ ചെയ്തു. അങ്ങനെ തിരിച്ച് നടക്കാമെന്ന് കരുതിയപ്പോഴാണ് ഈ പള്ളിക്കുള്ളിൽ നല്ല തണൽ കാണുന്നത്. അങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജാൻസി ചേച്ചിയും തസ്നിയാണ്. ജാൻസി ചേച്ചിയെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ നടക്കാനായിട്ട് വരുമായിരുന്നു. അധികം നാളൊന്നും വന്നിട്ടില്ല, പക്ഷെ വന്ന അത്രയും നാൾ നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം അവിടെ ഇരുന്ന് വിയർപ്പൊക്കെ ആറിയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നത്. ഇനി എല്ലാ ദിവസവും നടക്കാൻ വരണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് കേട്ടോ ഞാൻ തിരിച്ച് നടക്കുന്നത്. ഇവിടെ പുതിയ ബിൽഡിംഗ് വരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ റെന്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.